ഹലോ എവ്രി വൺ, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഓരോന്നും ഓരോ തരത്തിൽ ഡിഫറെൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ലിവിങ് തിങ്സ് ഇൻ എ ഗിവൺ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാരെ കാണാൻ പറ്റും. പ്ലാന്റ്സ് ആയിട്ടും ആനിമൽസ് ആയിട്ടും മൈക്രോ ഓർഗാനിസം ആയിട്ടും ഇൻസെക്റ്റ് ആയിട്ടും അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. പൊതുവേ നമ്മൾ 3 ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റിയെ കാണാം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആദ്യത്തേത് ജനറ്റിക് ഡൈവേഴ്സിറ്റി, രണ്ടാമത്തേത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് മൂന്നാമത്തേത് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ജീനിലുള്ള വ്യത്യാസമാണ്, അത് ഹെറിഡിറ്ററി ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സ്പീഷീസ് ഡൈവേഴ്സിറ്റി വിസിബിൾ ആണ്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ ജീവജാലകങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജനറ്റിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷീസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്, അവർ നിൽക്കുന്ന സ്ഥലമായ ഇക്കോസിസ്റ്റം തമ്മിലുള്ള ഡൈവേഴ്സിറ്റിയും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ആദ്യത്തേത് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇതിനെ നമ്മൾ ഫണ്ടമെന്റൽ കറൻസി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയും. കാരണം മാറ്റങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റിയിലാണ്. ഓർഗാനിസം സെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മെറ്റേണൽ ജീൻ ഉണ്ടാവും, പെറ്റേണൽ ജീൻ ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ജോയിൻ്റ് ആയിട്ടായിരിക്കും പുതിയൊരു സ്പീഷീസ് വരിക. അപ്പോൾ അവിടെ വേരിയേഷൻ നടന്നു. അങ്ങനെയാണ് ഡൈവേഴ്സിറ്റിൻ്റെ തുടക്കം തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഫണ്ടമെന്റൽ കറൻസി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയും. ഇങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് മാറി വരുന്ന എൻവയോൺമെൻറ്റിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നമ്മൾക്ക് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം ചീറ്റാസിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. ബോട്ടിൽനെക്ക് എഫക്റ്റ് മൂലം ചീറ്റാസിൻ്റെ പോപ്പുലേഷനും ഭയങ്കര റിഡക്ഷനാണ് കാണുന്നത്. അപ്പം ബാക്കിയുള്ള ചീറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഭയങ്കരമായിട്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ സ്ട്രെസ് പോലും ഇതിന് മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് ലോ ജനറ്റിക് ഡൈവേഴ്സിറ്റി എക്സ്റ്റിങ്ഷന് കാരണമാകും. മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് 100 ചീറ്റ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും 30 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയി ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 100 ചീറ്റകൾക്കും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, ആ 100ഉം ചത്തൊടുങ്ങും. ഇനി അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലോ, അതായത് 100 ചീറ്റകളിൽ 10 ആൾക്കാർ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, അടുത്ത 10 ആൾക്കാർ മറ്റൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, അടുത്ത 10 മറ്റൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ഇതിൽ ഒരു ഫാമിലിക്ക് 35 ഡിഗ്രി വരെ ചൂട് സഹിക്കാൻ പറ്റും, അടുത്ത ഫാമിലിക്ക് 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് സഹിക്കാൻ പറ്റും, അടുത്ത ഫാമിലിക്ക് 10 ഡിഗ്രി മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു വേറെ ആണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചാലും കുറച്ച് ആൾക്കാർ സർവൈവ് ചെയ്യില്ല, ബാക്കി ആൾക്കാർ സർവൈവ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ എക്സ്റ്റിങ്ഷന് ചാൻസ് കുറവാണ്. ജനറ്റിക് വേരിയേഷൻ കൂടുന്തോറും എക്സ്റ്റിൻഷനുള്ള ചാൻസ് കുറവായിട്ട് വരികയാണ് ചെയ്യുക. ഈ ഡൈവേഴ്സിറ്റി എങ്ങനെ ഇങ്ങനെ മാറുന്നത്, അതായത് ക്ലോസ്ലി ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ വേരിയേഷൻ കുറവായിരിക്കും, ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് സ്പീഷീസ് തമ്മിൽ വേരിയേഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ 2 കാട്ടിൽ നിന്നുള്ള ചീറ്റകളാണെങ്കിൽ അവർക്ക് 2 തരത്തിലുള്ള ജീൻ പൂൾസാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇൻബ്രീഡ് ചെയ്യുന്ന സമയത്ത് നല്ല വേരിയേഷൻ ഉള്ള കുട്ടികളാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു കാട്ടിൽ തന്നെയുള്ള ഒന്നിച്ച് ജീവിക്കുന്ന ചീറ്റകൾ തമ്മിലാണ് റീപ്രൊഡക്ഷൻ എങ്കിൽ അവിടെ വേരിയേഷനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് 3 രീതിയിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി മെഷർ ചെയ്യാം: പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ്, RFLP, DNA ഫിംഗർ പ്രിൻറ്റിങ്. പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേ അമിനോ ആസിഡ് ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഓരോ അമിനോ ആസിഡിലെ ചേഞ്ചാണ് ഒരു സ്പീഷീസിലെ മൊത്തത്തിലുള്ള ചേഞ്ചിന് കാരണം. ഓരോ ഇൻഡിവിജ്വലിലെ ചേഞ്ച് കാരണം ഈ അമിനോ ആസിഡിനുള്ള കോഡാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ്റെ ഘടന മനസ്സിലാക്കുകയാണെങ്കിൽ എത്രത്തോളം ഡൈവേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫിംഗർ പ്രിൻറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുവഴിയും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തൊന്നാണ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം. നമ്മൾക്ക് ഡിഫറൻസ് നോക്കേണ്ട ഓർഗാനിസത്തിൻ്റെയൊക്കെ DNA എടുക്കും, അതിനെ മോളിക്കുലർ സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യും, പിന്നെ സദൻ ബ്ലോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ബാൻഡ് നമ്മൾ പരിശോധിക്കും. ഓരോ ഇൻഡിവിജ്വലിനും ബാൻഡിങ് വ്യത്യാസമായിരിക്കും. ഈ ബാൻഡിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അടുത്തത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഇതായിരിക്കും. കാരണം എന്താ, മോസ്റ്റ് വിസിബിൾ കമ്പണൻറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. ഓരോ സ്പീഷീസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും.
സ്പീഷീസ് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. അതായത് അവർ ആ വർഗത്തിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. നമ്മളെ ചുറ്റുപാടും കാണുന്ന പശു, കോഴി, ആട്, പൂച്ച, നായ ഇതുപോലെ 12.5 മില്യൺ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് ആകെ 1.7 മില്യൺ മാത്രമേ ഉള്ളൂ. സ്പീഷീസ് റിച്ച്നെസ് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. 4 തരത്തിലുള്ള സ്പീഷീസ് റിച്ച്നെസ്സാണ് ഉള്ളത്. പോയിന്റ് റിച്ച്നെസ്, ആൽഫ റിച്ച്നെസ്, ബീറ്റ റിച്ച്നെസ് ആൻഡ് ഗാമ റിച്ച്നെസ്. ഇതിൽ പോയിന്റ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് എടുക്കും, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു പോയിന്റ് എടുക്കും, അവിടെ എത്ര തരത്തിലുള്ള സ്പീഷീസ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ പോയിന്റ് റിച്ച്നെസ് എന്ന് പറയാം. ഇനി പോയിന്റ് അല്ലാതെ ഒരു ഹോമോജിനസ് ഏരിയ, അതായത് വെള്ളമാണെങ്കിൽ വെള്ളം, ഡ്രൈ ഏരിയ ആണെങ്കിൽ ഡ്രൈ ഏരിയ, ഡെസേർട്ട് ആണെങ്കിൽ ഡെസേർട്ട്, അങ്ങനെയുള്ള ഒരു സ്ഥലം, അവിടെയുള്ള സ്പീഷീസ് റിച്ച്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആൽഫ റിച്ച്നെസ് എന്ന് പറയാം. അത് ഹോമോജിനസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ എത്രയൊക്കെ ഉണ്ട് നമ്മൾ എണ്ണുന്നതിന് നമ്മൾ ആൽഫ റിച്ച്നെസ് എന്ന് പറയും. അവിടെ ഉള്ള ഡൈവേഴ്സിറ്റിനെ നമ്മൾ ആൽഫ ഡൈവേഴ്സിറ്റി എന്നും പറയും. ഇതേപോലെ ബീറ്റ റിച്ച്നെസ്സും ബീറ്റ ഡൈവേഴ്സിറ്റി ഉണ്ട്. അതായത് 2 ആൽഫ ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങൾ എടുക്കും, അവർ തമ്മിലുള്ള ഡിഫറൻസിനെ നോക്കിയിട്ട് അങ്ങനെയുള്ള ഡൈവേഴ്സിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അതായത് ഒരു സ്ഥലത്തെ ആൽഫ ഡൈവേഴ്സിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, 10 ആൾക്കാരാണ് ഉള്ളത്. അടുത്ത സ്ഥലത്ത് ആൽഫ ഡൈവേഴ്സിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, അവിടെയും 10 ആൾക്കാർ തന്നെയാണ്. അതിൽ പക്ഷേ 2 ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും 2 സ്ഥലത്തും കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ 10ൽ നിന്നും 2 മൈനസായ 8 ആയിരിക്കും ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നും നോക്കണ്ട, 2 ആൽഫ ഡൈവേഴ്സിറ്റി തമ്മിലുള്ള വ്യത്യാസമാണ് ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാമ ഡൈവേഴ്സിറ്റി എന്തായിരിക്കും? ഒരുപാട് ഇങ്ങനത്തെ ബീറ്റ ഡൈവേഴ്സിറ്റിൻ്റെ മൊത്തത്തിലുള്ള ആകത്തുക, അതിനെയാണ് നമ്മൾ ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതൊരു ലാർജർ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും, ചെറുതല്ലാത്ത മൊത്തത്തിലുള്ള, അതിൽ ഒരുപാട് ആൽഫ ഡൈവേഴ്സിറ്റിയും ഒരുപാട് ബീറ്റ ഡൈവേഴ്സിറ്റിയും കാണും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അപ്പോൾ പോയിന്റ് റിച്ച്നെസ്സിലൂടെയും ആൽഫ, ബീറ്റ, ഗാമ റിച്ച്നെസ്സിലൂടെയും നമുക്ക് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ വേരിയേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം. അതായത് നമുക്കറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം ഉണ്ട്. ഗ്രാസ് ഐലൻഡ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, മെറൈൻ ഇക്കോസിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓരോ ഇക്കോസിസ്റ്റവും തമ്മിലുള്ള അവിടുത്തെ ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ചില എക്കോസിസ്റ്റത്തിൽ ബയോഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും, കാരണം അവിടെ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ സ്പീഷീസ് വരാനും അങ്ങനെ ഡൈവേഴ്സിറ്റി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, കോറൽ റീഫ് എന്നൊക്കെ പറയുന്നത്. നേരെ മറിച്ച് ചിലതിലാണെങ്കിലോ സ്പീഷീസ് റിച്ച്നെസ് ഭയങ്കര കുറവായിരിക്കും. ഡെസേർട്ട്, ആർട്ടിക് റീജിയൻ പോലത്തത്, അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയായിരിക്കും. ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ ഡൈവേഴ്സിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറവുള്ളിടത്ത് ഒരു സ്പീഷീസിൻ്റെ കുറവ് തന്നെ ആ എക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ അങ്ങ് ബാധിക്കും. നമ്മൾ ഫുഡ് വെബ് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള അവിടെ ഒരാളില്ലാതായി, അതുകൊണ്ട് അത് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം ബാക്കിയുള്ളവർക്ക് ഫുഡായിട്ട് കഴിക്കാനും പ്രിഡേഷനും അതിനൊക്കെ വേറെയും സ്പീഷീസ് അവിടെ കാണും. നേരെ മറിച്ച് കുറച്ച് ഡൈവേഴ്സിറ്റി ഉള്ളിടത്ത് മാത്രമാണെങ്കിൽ അത് ആ എക്കോസിസ്റ്റത്തിന്റെ ബാലൻസിനെ മൊത്തത്തിൽ അങ്ങ് ബാധിക്കും. കാരണം അവിടെ കുറച്ച് ഓർഗാനിസമേ ഉണ്ടാവും, അവരാണെങ്കിൽ പരസ്പരം ലിങ്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഒന്ന് പോയാൽ തന്നെ ആ ഫുഡ് വെബിനെ അത് മൊത്തത്തിൽ അങ്ങ് ബാധിക്കും. ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വാസ്റ്റ് ആയതുകൊണ്ട് മെഷറിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സ്റ്റിൽ അവിടുത്തെ ഡൈവേഴ്സിറ്റി എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്കോസിസ്റ്റം എടുക്കുന്നു, അവിടെ 10 പ്ലാന്റ് സ്പീഷീസ് ഉണ്ടെന്ന് വിചാരിക്കാം. മറ്റൊരു എക്കോസിസ്റ്റം എടുക്കുന്നു, അവിടെ 7 പ്ലാന്റ് സ്പീഷീസേ ഉള്ളൂ, പക്ഷെ 2 ഹെർബിവോർസ് ഉണ്ട്, ഒരു പ്രിഡേറ്റർ സ്പീഷീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് വൺ ആയിരിക്കും മോർ ഡൈവേഴ്സ്. ആദ്യത്തെ എക്കോസിസ്റ്റത്തിൽ വേരിയേഷൻ കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പീഷീസ് എൻഡമിക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആദ്യത്തെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇന്റേണൽ ആണ്. വേരിയേഷനിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി ആണ്. രണ്ടാമത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അത് വിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമത്തത് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഒരു ഇക്കോസിസ്റ്റത്തിൽ എത്രത്തോളം സ്പീഷീസിനെ കാണാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ജനറ്റിക് ഡൈവേഴ്സിറ്റി പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിലൂടെയും പിന്നെ RFLPയിലൂടെയും DNA ഫിംഗർ പ്രിന്റിങ്ങിലൂടെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണെങ്കിൽ നമ്മൾ സ്പീഷീസ് റിച്ച്നെസ് നോക്കിയിട്ട്, പോയിന്റ് റിച്ച്നെസ്, ആൽഫ റിച്ച്നെസ്, ബീറ്റ റിച്ച്നെസ്, ഗാമ റിച്ച്നെസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി മെഷർ ചെയ്യാൻ കുറച്ച് പാടാണ്. സ്റ്റിൽ നമ്മൾ 2 ഇക്കോസിസ്റ്റം കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.